രാജ്യത്തെ തൊഴിലാളികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അത് കേന്ദ്ര വിജ്ഞാപനമാണ്. ഈ തൊഴിൽ നിയമവുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളുടെ ക്ഷേമം ഒപ്പം 4 ലേബർ കോഡുകൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. കാരണം ഇത് നേരത്തെ പാസാക്കിയ നിയമം തന്നെയാണ്, പക്ഷേ അതിപ്പോഴാണ് അതിൻ്റെ വിജ്ഞാപനം സംഭവിച്ചത്. മറ്റൊന്ന് നടപ്പാക്കപ്പെടുന്നത് ഇനിയായിരിക്കും. അപ്പോൾ ഈ മാറിയ തൊഴിൽ നിയമങ്ങളെ സംബന്ധിക്കുന്ന വാർത്തയാണ് ഇന്ന് മലയാള മനോരമയുടെ തലക്കെട്ടും ഒപ്പം ഹിന്ദുവിൻ്റെ തലക്കെട്ടും അത് തന്നെയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒന്ന്, രാജ്യത്തെ ട്രേഡ് യൂണിയൻ നിയമങ്ങളുണ്ടല്ലോ, അതായത് ഈ തൊഴിലാളി അവകാശങ്ങളുടെ കടക്കിൽ കത്തിവെക്കുന്ന ഒരു നിയമമാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിൽ വകുപ്പ് യഥാർത്ഥത്തിൽ നടപ്പാക്കിയത്. ആ തീരുമാനം അടിച്ചേൽപ്പിക്കുന്ന അല്ലെങ്കിൽ ആ തീരുമാനം നടപ്പാക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണത്. അതായത് 10% ജീവനക്കാരുണ്ടെങ്കിൽ മാത്രം യൂണിയൻ എന്നുള്ളതും ഒപ്പം ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിന് കടുത്ത നിയന്ത്രണം കൊണ്ടുവരുന്നതും മിനിമം വേതനം നിയമപരമാക്കുന്നതടക്കം നിർണായക മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ 4 ലേബർ കോഡുകളും പ്രാബല്യത്തിൽ എന്നാണ് മനോരമയുടെ ഇൻട്രോ. അതായത് ഈ പ്രതിപക്ഷ യൂണിയനുകളും BMS അടക്കം അതിനെ എതിർത്തിട്ടുണ്ട്. BMS ചില കാര്യങ്ങളിൽ മാത്രമാണ് യോജിപ്പ് പ്രകടിപ്പിച്ചത്. പക്ഷേ ഈ വാർത്ത വളരെ വിശദമായി തന്നെ മലയാള മനോരമ നൽകിയിരിക്കുന്നു. ഇത് വലിയ പ്രാധാന്യത്തിൽ നൽകേണ്ട വാർത്ത കൂടിയാണ്. ഉൾപേജിൽ 9-ാം പേജിലും മനോരമ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ 7 കോളത്തിൽ നൽകിയിരിക്കുന്നു. ലേബർ കോഡ്, കൂടുതൽ പ്രതിഷേധം, വ്യവസായ ബന്ധങ്ങൾ എന്ന കോഡിലെ വ്യവസ്ഥകൾക്കെതിരെ 4 കോഡുകൾ, അടിമുടി മാറ്റങ്ങൾ. പല വ്യവസ്ഥകളോടും BMS ഒഴികെയുള്ള സംഘടനകൾക്ക് എതിർപ്പുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ BMSും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഏതായാലും ഈ സാമൂഹിക സുരക്ഷ ഒപ്പം തന്നെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളെ കൃത്യമായി വിലക്കുന്നതോ നിയന്ത്രിക്കുന്നതോ ആയ ഒരു നയം അല്ലെങ്കിൽ ഒരു നിയമം നടപ്പാക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മറ്റൊന്ന്, ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ രാജ്യത്തെ ബീഹാറിലെ തൊഴിലാളികളെ അടക്കം ബാധിക്കുന്ന ഒരു തൊഴിൽ നിയമം, അത് അങ്ങേയറ്റം ട്രേഡ് യൂണിയൻ സ്വഭാവത്തിന് വിരുദ്ധമായതോ തൊഴിലാളി അവകാശങ്ങൾക്കെതിരായിട്ടുള്ളവരായ നിയമം പ്രാബല്യത്തിൽ വരുന്നു. സെൻറ്റർ നോട്ടിഫൈസ് 4 ന്യൂ ലേബർ കോഡ്സ് എന്ന് ഹിന്ദുവിൻ്റെ തലക്കെട്ടിൽ പറഞ്ഞിരിക്കുന്നു. ഹിന്ദു 1-ാം പേജിൽ ജിഗീഷിൻ്റെ വാർത്തയാണ്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഇതെങ്ങനെയാണ് ഈ നിയമം വേറെ തരത്തിൽ തൊഴിലാളികളെ ഫ്രാഗ്മെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടുതലായി വ്യവസായികളുടെ നിലപാടിനോ അല്ലെങ്കിൽ വ്യവസായ കമ്പനികൾക്കോ അവരുടെ ഉടമകൾക്കോ അനുകൂലമാകുന്നത് എന്നുള്ളതാണ്. ഈ വാർത്ത എന്തുകൊണ്ട് ദേശാഭിമാനിയുടെ 1-ാം പേജിലില്ല? അത് ദേശാഭിമാനി ആ വാർത്ത കുറച്ചുകൂടെ പ്രാധാന്യത്തിൽ അല്ലെങ്കിൽ ദേശാഭിമാനി അടക്കമുള്ള ഈ പത്രങ്ങൾ നൽകണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഏതായാലും 1-ാം പേജിൽ ദേശാഭിമാനിയിൽ ഈ വാർത്തയില്ല. ഉൾപേജിൽ ചെറിയ വാർത്ത മാത്രമാണ്. ഇതാണ് ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത്.